കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും അശ്വമേധത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ ടെക്നോ ലാബ്, മിൽമ, ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി ആൻഡ് മൈജി. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. താങ്ക് യു. നമസ്കാരം സർ. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് അശ്വമേധത്തിന്റെ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ്. കാലത്തിൻ്റെ വേഗതയാർന്ന സഞ്ചാരത്തിൽ മാറിപ്പോകുന്നത് കേൾവികളും കാഴ്ചകളുമാണ്. വർഷങ്ങൾക്ക് മുൻപ് അന്തിയാകുമ്പോൾ കേൾക്കുന്നത് എന്ത് എന്ന് ONV എഴുതിയത്, അന്തിയാകുന്നു ഞാൻ കാതോർത്തു നിൽക്കുന്നതെന്തിനോ, കാലി കുടമണിയൊച്ചയും കൂടണയാൻ വെമ്പും ഏതോ കിളിയുടെ ആതുരനാദവും, തള്ളപ്പിടക്കോഴി കുഞ്ഞുങ്ങളെ തൻ കൂട്ടിലൊതുക്കുന്ന ശബ്ദവും, എൻ്റെ മുറിക്കകം ശീതീകരിക്കുന്ന യന്ത്രം മുരളുന്നൊരൊച്ചയും എന്നൊക്കെയാണ്. പക്ഷെ വർത്തമാനകാലത്തിൽ സന്ധ്യയാകുമ്പോൾ നമ്മൾ കേൾക്കുന്നത്, നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ചൂടേറിയ ആശയ സംവാദങ്ങളാണ്. ആശയ സംവാദങ്ങൾ ചൂടേറുമ്പോഴും വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദം ആഴമേറിയതായി തന്നെ തുടരുന്നതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും മികച്ച മര്യാദ. സ്വാഗതം. യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ, മിൽമ, ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി ആൻഡ് മൈജി. ഇത്തരമൊരു ആമുഖത്തിൽ ആരംഭിച്ചതിന് കാരണം ഇന്ന് ഈ വേദിയിലേക്ക് കടന്നെത്തുന്ന അതിഥി മലയാളികൾക്ക് അത്രമേൽ പരിചിതനാണ് എന്നതുകൊണ്ടാണ്. സംവാദങ്ങൾ കേരളത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ തൻ്റെ അഭിപ്രായങ്ങളും ആശയങ്ങളും സമർത്ഥിക്കാൻ പോകുന്ന ഒരു സംഭാഷകനാണ്, സംവാദകനാണ്. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ ഡിബേറ്റുകളിൽ 4ഓളം തവണ അതിഥിയായി പങ്കെടുക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്. നിരവധി ഗിന്നസ് റെക്കോർഡുകളിൽ പങ്കാളിയായി. നൊബേൽ സമ്മാനിതനായ ജേതാവ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ലൈഫോളജി എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു ഇപ്പോൾ ഭാരതത്തിൽ. ലോകമെമ്പാടും തൻ്റെ ആശയ മേഖലകളിൽ നിരന്തര സംവാദങ്ങളിൽ ഏർപ്പെടുന്ന ആ യങ് ഫിലോസഫറിനെ, ഒറേറ്ററിനെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാളികൾക്ക് ഏറെ പരിചിതനായ ശ്രീ രാഹുൽ ഈശ്വർ. വാക്കിൻ രാഹുൽ. ആദ്യമേ അശ്വമേധത്തിൻ്റെ അതിഥിയായി എത്തിയതിൽ നന്ദി, സ്നേഹം. വളരെ ആകസ്മികമായാണെങ്കിലും രാഹുലിൻ്റെ വളരെ പ്രിയപ്പെട്ട എന്താ പറയുക, പ്രതീകം അല്ലെങ്കിൽ ചിഹ്നം പേറുന്ന വസ്ത്രം തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. രാഹുലിന് മാത്രമല്ല, കോടിക്കണക്കിന് ജനതയുടെ ഏറ്റവും വലിയ പ്രിയമാണ് രാഹുലിൻ്റെ വസ്ത്രത്തിൽ. പക്ഷേ എനിക്ക് പണ്ട് തൊട്ടേ പ്രിയം ഇങ്ങനെയൊരു കേരളം ഉടുപ്പിലുണ്ടാകുന്നതാണ്. ഈ വൈരുദ്ധ്യം ആശയപരമായും നമ്മൾ തമ്മിലുണ്ട്, കാഴ്ചപ്പാടുകളിലുണ്ട്, ചിന്തകളിലുണ്ട്. പക്ഷേ വ്യക്തിപരമായി നമ്മൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല തന്നെ. വലിയ ആത്മബന്ധമുണ്ട് താൻ. പക്ഷേ ഞാൻ ശ്രീ GS പ്രദീപിൻ്റെ ഫാനാണെന്ന് എല്ലായിടത്തും അഭിമാനത്തോടെ പറയുന്ന വ്യക്തിയാണ്. അങ്ങയുടെ അറിവാകട്ടെ, എനിക്കിന്നും ഓർമ്മയുണ്ട്, സ്കൂളിൽ നിന്ന് വരുമ്പോൾ അശ്വമേധത്തിൻ്റെ ആദ്യ പോസ്റ്റർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്, ഇപ്പോഴല്ല 90s അവസാനമുള്ള പോസ്റ്റർ കണ്ടതൊക്കെ. അപ്പോൾ ആശയപരമായ അങ്ങയുടെ നിലപാട് തറയോട്, അല്ലെങ്കിൽ പാരഡൈം എന്ന് നമ്മൾ വിളിക്കുമല്ലോ, പരിപ്രേക്ഷ്യത്തോട് വിയോജിക്കാം. പക്ഷേ വ്യക്തിപരമായി നമ്മുടെ നാട്ടിലുള്ള, ഞാൻ പലപ്പോഴും വെളിയിലൊക്കെ പോകുമ്പോൾ അഭിമാനത്തോടെ പറയുന്നതാണ് GS പ്രദീപിൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ ആ രീതിയിലുള്ളൊരു പരസ്പര ബഹുമാനവും ഇഷ്ടവും. ഡെമോക്രസി ഈസ് അബൌട്ട് റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രീ എന്ന് ശശി തരൂരൊക്കെ പറയാറുണ്ട്. അതേപോലെ ബഹുമാന പുരസ്സരമുള്ള വിയോജിപ്പുകളാണ് ജനാധിപത്യത്തിന് ആവശ്യം. ഇനിയൊരു ചോദ്യം, ഈ ചോദ്യം രാഹുലിനോട് എന്നും ചോദിക്കാൻ എല്ലാ കാലത്തും എൻ്റെ മനസ്സിലുള്ളതാണ്. രാഹുലിൻ്റെ ചില നിലപാടുകൾ കാണുമ്പോൾ രാഹുൽ ഒരു വല്ലാതെ ബയസ്ഡായ, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് രാഹുൽ കമ്മ്യൂണൽ ചിന്തകളുള്ള ആളാണോ എന്ന് തോന്നി. നേരിട്ടറിയാം രാഹുലിനെ, എങ്കിലും വർഗീയത രാഹുലിൽ ഒരുപാടുണ്ടോ എന്ന് തോന്നും. മറ്റു ചിലപ്പോൾ രാഹുലിൻ്റെ നിലപാടുകൾ കാണുമ്പോൾ രാഹുൽ അടിയുറച്ച ഒരു ജനാധിപത്യവാദിയാണെന്ന് തോന്നും. മറ്റു ചിലപ്പോൾ ഒരു ആധ്യാത്മികവാദിയാണെന്നും ചിലപ്പോൾ ഒരു ഫിലോസഫറാണെന്നും തോന്നും. ചിലപ്പോൾ ഒരു സെക്യുലറിസ്റ്റിൻ്റെ രൂപത്തിലും രാഹുലിനെ കാണാറുണ്ട്.
അപ്പോൾ രാഹുൽ എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ലെഫ്റ്റ് ലീനിയൻ്റ് ആയ ഒരാളാണെന്ന് പറഞ്ഞു. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അതിലൊരു മാറ്റം ഇല്ലല്ലോ. പക്ഷെ രാഹുലിൻ്റെ കാര്യത്തിൽ എന്നെ പലപ്പോഴും അമ്പരപ്പിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം, ഡോണ്ട് ഹർട്ട്. സത്യത്തിൽ ആരാണ്? നല്ല ചോദ്യം. താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. അവിടെ പ്രദീപ് ജി ലെഫ്റ്റിലേക്കാണ്, ഞാൻ റൈറ്റിലേക്കാണ്. പക്ഷേ നമ്മൾ രണ്ടും ഗാന്ധിയിൽ ഒന്നിച്ചാണ്. അപ്പോൾ ഞാനൊരു സെൻറ്റർ റൈറ്റ് ഗാന്ധിയനാണ്. അപ്പം പലപ്പോഴും പാലങ്ങൾ നിർമ്മിക്കുമ്പോൾ, ബിൽഡിംഗ് ബ്രിഡ്ജസ് എന്നൊരു കാര്യം വരുമ്പോൾ അവിടെ യോജിപ്പിൻ്റെ മേഖലകൾ കണ്ടെത്തേണ്ടി വരും. അതിന് പുതിയ നിലപാടുകൾ വേണ്ടി വരും, പുതിയ സമീപനങ്ങൾ വേണ്ടി വരും. അങ്ങനെ ഒരു സെൻറ്റർ റൈറ്റ് സ്പേസിൽ നിൽക്കുന്ന എന്നാൽ പ്ലൂറലിസ്റ്റായ ബഹുസ്വരവാദിയായ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് ഒരു കാര്യത്തിന് രണ്ട് വശം, ബ്ലാക്കും വൈറ്റുമല്ല, ഗ്രേ എന്നൊരു വശം വിശ്വസിക്കുന്ന ആളാണ്. ഒരുപാട് ഗ്രേ, ഈ Men are from Mars, ഡോക്ടർ ജോൺ ഗ്രേ പോലെ. ജോൺ ഗ്രേയുടെ 10% വെള്ളയുണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 10% കറുപ്പുണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഗാന്ധിജി വെള്ളയാണ്, അല്ലെങ്കിൽ ഗോഡ്സെ കറുപ്പാണ്, അല്ലെങ്കിൽ ഹിറ്റ്ലർ കറുപ്പാണ്, സംശയമില്ല. പക്ഷേ ഈ 80% ഇടയ്ക്കുള്ളത് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ഉണ്ട്. അപ്പം ആ ഗ്രേ ഐഡന്റിഫൈ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. ആ ഗ്രേയും കൂടെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്താൽ മാത്രമേ. പക്ഷെ അവിടെയാണ് പ്രശ്നം. അത് അല്ല, പ്രശ്നം എന്ന് പറയുന്നത് വിയോജിപ്പല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. എത്ര കാലമായാലും ഇപ്പോൾ ഗ്രേ എന്നത് കാഴ്ചപ്പാടിൽ ഉണ്ടാകരുതെന്നാണ് എൻ്റെ നിലപാട്. റൈറ്റും ലെഫ്റ്റും ഒരു സ്പെക്ട്രം ഉണ്ട്. ഞാനൊരു റൈറ്റാണ്, ഞാൻ അഭിമാനപൂർവ്വം പറയുന്നതാണ്, ബാക്കി ആരും ഇത് പറയാറുമില്ല. ഞാൻ പലപ്പോഴും TV ചാനലിൽ പോകുമ്പോൾ കൗതുകത്തിൽ ആൾക്കാരോട് അങ്ങോട്ട് പറയും വലത് നിരീക്ഷകനോ വലതുപക്ഷമൊന്നും എഴുതണമെന്ന്. അപ്പോൾ അവർ പറയും അങ്ങനെ വേണ്ട, സാമൂഹ്യ നിരീക്ഷണം. ഞാൻ പറഞ്ഞു പറ്റൂല, അങ്ങനെ തന്നെ എഴുതണമെന്ന് പറയും. മാത്രമല്ല കൈരളി TV എന്ന ചാനലിൻ്റെ ഇത്തരമൊരു വൈജ്ഞാനിക പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കുമ്പോൾ രാഹുൽ ഈശ്വർ 100% ധൈര്യമായി രാഹുൽ ഒരു വലതുപക്ഷ അനുഭാവിയാണ്, വലതുപക്ഷവാദിയാണ് എന്ന് തന്നെ പറയാം. കാരണം ഈ അറിവംഗത്തിൽ യാതൊരു ബയസുകളുമില്ല. അത് തന്നെയാണ്, അത് എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അതിൻ്റെ വലിയൊരു സന്തോഷവും. എൻ്റെ വൈഫ് 10 വർഷത്തോളം കൈരളിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. സ്വരലയടക്കമുള്ള ഒരുപാട്, അല്ലെങ്കിൽ നമ്മുടെ ഗന്ധർവ സംഗീതം അടക്കം. അപ്പോൾ നമുക്ക് റൈറ്റും ലെഫ്റ്റും വേണം. പക്ഷേ സെൻറ്ററായിട്ടൊരു ഗാന്ധിയോ അല്ലെങ്കിൽ സെൻറ്ററായിട്ട് എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ സെൻട്രിസ്റ്റ് സ്പേസ് ഉണ്ട്. അപ്പോൾ റൈറ്റും ലെഫ്റ്റും കൃത്യമായി പറഞ്ഞാൽ സെൻറ്റർ റൈറ്റും സെൻറ്റർ ലെഫ്റ്റും ആകണം, മധ്യ ഇടതും മധ്യ വലതും നമ്മൾ പറയാറ്. അപ്പോൾ ഈ ഒരു സെൻറ്ററിലേക്ക് നീങ്ങുന്ന റൈറ്റും സെൻറ്ററിലേക്ക് നീങ്ങുന്ന ലെഫ്റ്റും വേണം. ഒരു പക്ഷിക്ക് 2 ചിറകുള്ളതുപോലെ രണ്ടും വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ശരി എപ്പോഴും ഒന്നേയുള്ളൂ എന്നുള്ളത് എൻ്റെ ഈ നിലപാട്. നമ്മുടെ നിലപാടുകൾ ഇങ്ങനെ രണ്ടായി നിൽക്കുമ്പോഴും ഈ വിജ്ഞാന യാത്രയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഏറെ സന്തോഷം. ഒപ്പം താങ്കളുടെ 3-4 ഗിന്നസ് റെക്കോർഡുകളിൽ താങ്കൾ പങ്കാളിയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തിനോട്, അനുജനോട് എന്നും ഇഷ്ടം. താങ്കളുടെ മികച്ച നേട്ടങ്ങളിൽ അഭിമാനം. ഇംഗ്ലണ്ട്, ലണ്ടനിൽ നിന്നല്ലേ പഠിച്ചത്? ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നാണ് ധനതത്വശാസ്ത്രം പൂർത്തിയാക്കിയത്. തുടങ്ങിയാലോ? തീർച്ചയായും. ചെറിയൊരു ചടങ്ങുണ്ട്. അല്ല, ആ ചടങ്ങ് കഴിഞ്ഞാൽ രാഹുൽ എഴുതിയ പേര് കൊടുക്കാൻ രാഹുലിന്റെ തിടുക്കമായി. പക്ഷേ തിടുക്കം വേണ്ട, 30 സെക്കൻഡ് ഞാൻ തരാം. ബുദ്ധിമുട്ടി ആലോചിച്ച് കണ്ടെത്തിയ ഒരു നല്ല പേരാണ്. അധികം ആൾക്കാർക്ക് അറിയാത്ത ഒരു പേരാണ്. നോക്കാം. അതിനു മുൻപ് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ഇതും ഒരു നല്ലൊരു രീതിയല്ലേ, മറ്റുള്ളവരുടെയും അനാലിറ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഉപകരിക്കും. പ്രിയപ്പെട്ട രാഹുൽ ഈശ്വറോടൊപ്പം അദ്ദേഹത്തിനോടുള്ള വ്യക്തിപരമായ അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട്, കാഴ്ചപ്പാടുകളിലുള്ള അങ്ങേയറ്റത്തെ വിയോജിപ്പും രേഖപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. രാഹുൽ, ഒരു വ്യക്തിയെക്കുറിച്ചാണ് സൂചന. ഈ വ്യക്തിയെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചനയായി ഞാൻ തരുന്നത് പക്ഷേ മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ്. നമുക്ക് കാണാം. ഈ മനുഷ്യൻ്റെ പേര് കരിയപ്പ എന്നാണ്. വലതുവശത്ത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ തിയേറ്റർ ഗ്രൂപ്പായ രംഗായനയുടെ എംബ്ലമാണ്. ഈ കലാകാരൻ, ഈ സർഗപ്രതിഭ, അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടി അവതരിപ്പിക്കുവാൻ കഴിയാതെ വേട്ടയാടപ്പെട്ടു എന്നതാണ് ഒന്നാമത്തെ സൂചന. അത്ര കണ്ട് നാഷണൽ മീഡിയ ചർച്ച ചെയ്തിട്ടില്ല ഈ വിഷയം. ഞാൻ അതാണ് ആദ്യം ആലോചിച്ചത്, ഈ ചർച്ചയ്ക്ക് എന്തെങ്കിലും ഞാൻ ഇരുന്നിട്ടില്ല. രണ്ടാമത്തെ സൂചന CV രാമൻപിള്ള, ഗിരീഷ് കർണാട്, ഭഗവാൻ എസ് ഗിദ്വാനി. CV രാമൻപിള്ള, ഗിരീഷ് കർണാട്. ഈ 3 വ്യക്തികളുടെയും രചനകളിൽ താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തി
കൊടുങ്കാറ്റ് പോലെ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പം മനസ്സിൽ എന്തൊക്കെയോ ആശയങ്ങളുണ്ട്. ഞാൻ ആദ്യം തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട രാജാക്കന്മാരാരെങ്കിലും ആണ് മൂന്നാമത്തെ സൂചനയിൽ വ്യക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നു. 500,000 രൂപയ്ക്ക് അശ്വമേധം കളിക്കാൻ മൂന്നാമത്തെ സൂചന. മരങ്ങൾ ഇഷ്ടമല്ലേ? ഈ മരം ബഹ്റിനിൽ ട്രീ ഓഫ് ലൈഫ് ഉണ്ട്, ജീവന്റെ വൃക്ഷം. ഇത് സ്വാതന്ത്ര്യത്തിന്റെ വൃക്ഷമാണ്, ട്രീ ഓഫ് ലിബർട്ടി. എനിക്ക് തോന്നുന്നു ഫ്രഞ്ച് റെവല്യൂഷനോടൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ഇന്ത്യയിൽ ടിപ്പു സുൽത്താൻ ഇതേപോലൊരു കാര്യം ശ്രീരംഗപട്ടണത്ത് മൈസൂരിൽ വെച്ചിട്ടുണ്ട്. ആണോ? ജേക്കബിയൻ സൊസൈറ്റി ആളെയാണ്, വ്യക്തിയെ. ഫ്രഞ്ച് പ്രധാനമന്ത്രിമാരെങ്കിലും ആണോ? അല്ല. ഗിരീഷ് കർണാട്, ഭഗവാൻ, ടിപ്പു സുൽത്താൻ ആയിരിക്കണം. കാര്യം 3 പേരും ഫ്രഞ്ചിലെ വേറെ കണക്ഷനൊന്നും സി വി രാമൻ പിള്ളയ്ക്കോ ഓർമ്മയിൽ, എൻ്റെ അറിവിലില്ല. ഗിരീഷ് കർണാടിനും ഒക്കെ ഒരു പക്ഷേ ആദ്യത്തെ ആള് ടിപ്പു സുൽത്താൻ്റെ ഏതെങ്കിലും നാടകം കളിക്കാനുള്ള ഇഷ്യൂ ആയിരുന്നിരിക്കണം. ടിപ്പു സുൽത്താൻ ആണോ അത് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് 4ാമത്തെ 5ാമത്തെ സൂചനകൾ ഒന്ന് കാണാം. പക്ഷേ ഇനി സമയം ആലോചിക്കാൻ തരില്ല, ഞാൻ പെട്ടെന്ന് കാണിച്ചങ്ങ് പോവുകയുള്ളേ. 4ാമത്തെ സൂചന റോക്കറ്റാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് റോക്കറ്റ്, ഇതല്ല, ആയുധങ്ങൾക്ക് വേണ്ടി റോക്കറ്റ് ഉപയോഗിച്ചിട്ട് പുസ്തകമാണ് അബ്ദുൽ കലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആണോ? അബ്ദുൽ കലാം രേഖപ്പെടുത്തി, അതായിരിക്കണം. 5ാമത് ഞാൻ തരുമായിരുന്ന സൂചന മൈസൂറിൻ്റെ ടൈഗർ ഓഫ് മൈസൂർ, മൈസൂർ വ്യാഘ്രം. ശരിയാണ്. നോക്കൂ രാഹുൽ, നിലപാടുകളിൽ കറുപ്പും വെളുപ്പും ഇല്ല എന്ന്, അല്ലെങ്കിൽ ഗ്രേ ഇല്ല എന്ന് ഞാൻ പലപ്പോഴും വൈകാരികമായി പറയാറുള്ളതിൻ്റെ പ്രധാന കാരണമായിരുന്നു 1ാമത്തെ സൂചന. 1ാമത്തെ സൂചന രംഗായന തിയേറ്ററിലൂടെ കരിയപ്പ എന്ന ഈ നാടകകൃത്ത് രചിച്ച ടിപ്പു സുൽത്താൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മനോഹരമായ കൃതികൾ വർഗീയ വാദത്തിൻ്റെ അകമ്പടിയോടുകൂടി അവതരിപ്പിക്കാൻ അനുമതി കൊടുക്കാതെ അദ്ദേഹത്തിന് ക്രൂരമായി വേട്ടയാടി എന്നുള്ളതാണ്. പക്ഷേ അത് ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല എന്നത് ആഹ്ലാദകരമായ ഒന്നല്ല രാഹുൽ, വേദനാജനകമായ ഒന്ന്. അതിൽ ഒരു കാര്യം കൂടെ, പക്ഷേ പ്രദീപ്ജിക്ക് അറിയായിരിക്കും, കൗതുകമുള്ളൊരു കാര്യം. ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഏറ്റവും നല്ല പഠനങ്ങളിലൊന്ന് KR മൽക്കാനി എന്ന് പറയുന്ന ഒരു വലതുപക്ഷ ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ഫെസ്റ്റ് എന്ന പുസ്തകത്തിൽ ടിപ്പു സുൽത്താൻ ഒരു ആർട്ടിക്കിൾ തന്നെയുണ്ട്, ഗ്രേറ്റ്നെസ് ഓഫ് ടിപ്പു സുൽത്താൻ. അതിൽ അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷുകാരോട് പോരാടി മരിച്ച ഏക പ്രിൻസ് ടിപ്പു സുൽത്താനാണ്. ആത്മാഭിമാനം ബ്രിട്ടീഷുകാരന് പണയം വെക്കാത്തത് കൊണ്ടാണ് ടിപ്പുവിൻ്റെ കൊച്ചുമക്കൾ ബംഗാളിൽ റിക്ഷ വലിച്ച് ജീവിക്കേണ്ടതാണ്. അതിന് ഫോർവേഡ് എഴുതി LK അദ്വാനിയൊക്കെയാണ്. അപ്പോൾ KR മൽക്കാനി അടക്കമുള്ളവർ ടിപ്പു സുൽത്താനെ വളരെ പോസിറ്റീവായി കണ്ടെത്തുന്നുമുണ്ട്. അതായത് എന്നിട്ട് തിരുവിതാംകൂർ ആക്രമണത്തിൽ ടിപ്പുവിന് തെറ്റുകൾ പറ്റിയേക്കാം, പക്ഷേ അത് അശോക ചക്രവർത്തിക്ക് പോലും പറ്റിയില്ലേ. ടിപ്പു സുൽത്താനെ കമ്പയർ ചെയ്യുന്ന അശോക ചക്രവർത്തിയുമായിട്ടാണ്. അതും ഏറ്റവും പ്രധാനപ്പെട്ട വലതുപക്ഷ ചിന്തകന്മാരിൽ ഒന്നുകൂടെയാണ്. വിവാദം ഒഴിവാക്കാം, എങ്കിലും ഒരു പരാമർശം പറഞ്ഞോട്ടെ. സ്വന്തം നേട്ടങ്ങൾക്കും സുരക്ഷകൾക്കും വേണ്ടി ആത്മാഭിമാനം പണയം വച്ച രാജസിംഹാസനങ്ങളും ഉണ്ട് നമുക്ക് ചുറ്റും. അനീഷ പ്ലീസ്. അപ്പോൾ ടിപ്പു സുൽത്താൻ ശരിയായ ഉത്തരമാണ്. മികച്ച ആ ഉത്തരത്തിന്, ട്രീ ഓഫ് ലിബർട്ടിയെക്കുറിച്ചുള്ള അറിവിന് അഭിനന്ദനങ്ങൾ രാഹുൽ. അപ്പോൾ റെഡി. ഇതെന്താ പണ്ട് ഗാന്ധി തൂക്കിയതുപോലൊരു ക്ലോക്കൊക്കെ? ഞാൻ പലപ്പോഴും ഈ പ്രസംഗവേദി പോകുമ്പോൾ മസ്റ്റായിട്ട് ടൈമർ വെച്ചേ സംസാരിക്കാവൂന്ന് പറയും. ഞാനപ്പോൾ എവിടെ എന്തെങ്കിലും 8 മിനിറ്റ്, അല്ലെങ്കിൽ പ്രദീപ്ജിയെ പോലെ ഈ ഫ്ലോ ആയിട്ടല്ല ഞങ്ങൾ സാധാരണക്കാർ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് 18 മിനിറ്റ് ടൈമർ വെച്ചേ സംസാരിക്കാറുള്ളൂ. എൻ്റെ ടൈം മാനേജ്മെന്റ് സ്കിൽസ് ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഗാന്ധിജി ഒരു കൊച്ചു ഘടികാരം എപ്പോഴും ശരീരത്തിൽ തൂക്കിയിരുന്നു. താങ്കളുടെ കയ്യിലുണ്ട് ഗാന്ധി. അത് കണ്ടപ്പോൾ വലിയ സ്നേഹം കേട്ടോ. ഒരുപക്ഷെ ഇന്ത്യയിൽ ഗാന്ധി ടാറ്റു ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരെ കാണും. ഞാൻ ടാറ്റു ചെയ്തപ്പോൾ അവർ ചോദിച്ചു ഗാന്ധിജിയാണോ? ടാറ്റു എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഗാന്ധി സ്വസ്തിക, അങ്ങനെ ഒരുപാട് ടാറ്റു. ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ പച്ചകുത്തിയ ഗാന്ധിയുടെ ചിത്രം അഴിച്ചു കളയാൻ ആരൊക്കെ ശ്രമിച്ചാലും മാഞ്ഞു പോകില്ലല്ലോ. തർക്കമില്ല, അതാണ് ഗാന്ധിജിയിൽ നമ്മൾ ഒന്നിച്ചാണ്. ശ്രീ ജോ ആന്റണി, രാഹുൽ ഈശ്വർ മനസ്സിലോർത്ത പേര്. ഇസ് ഇറ്റ് അപ്രൂവ്ഡ് സർ? അപ്രൂവ്ഡ്. ആരംഭിക്കാം. തീർച്ചയായും.
അശ്വമേധം ഇഷ്ടമാണ് രാഹുലിന്. തീർച്ചയായും ഫാനാണ്, ഇഷ്ടമാണെന്നൊക്കെ ഒരു പറഞ്ഞ ചോദ്യം, അശ്വമേധം രാഹുൽ കുട്ടിക്കാലം മുതൽ കാണാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാണുമ്പോൾ മത്സരാർത്ഥിയുടെ മനസ്സിലുള്ള പേര് ഞാൻ കണ്ടുപിടിക്കുന്നത് കാണാനാണോ ഇഷ്ടം, അതോ ഞാൻ പരാജയം? സത്യം പറയണം, ഇല്ല അതിൽ ഗ്രേ ഇല്ല. അല്ല എനിക്ക് കണ്ടുപിടിക്കുന്നതാണ്. കാര്യം ഒരു 15 ക്വസ്റ്റൻ ഒക്കെ ആവുമ്പോൾ പ്രദീപ് ജി ഒന്നെങ്കിൽ വെളിയിൽ കാണിക്കുന്നതായിരിക്കും, കണ്ടുപിടിക്കുമോ എന്നുള്ള ടെൻഷനും പേടിയും വരും. അപ്പം നമ്മൾ വിചാരിക്കും GS പ്രദീപ് ഇന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത പേരുണ്ടോ എന്ന്. അപ്പോൾ അതൊരു എക്സൈറ്റ്മെന്റ് ആണ്, കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നുള്ളത്. സാധാരണക്കാർക്ക് അതാണ് കേട്ടോ. അത് ഒരു യെസോ നോ അല്ല, ഈ ഓർ അടക്കി നിൽക്കുന്നത് പോലെ കണ്ടെത്തുമോ എന്നുള്ളൊരു ആകാംക്ഷയാണ്. ആരംഭിക്കാം. ഇപ്പോൾ എന്താണ് ഇഷ്ടം? അതിന് സത്യം പറയണം. ഇപ്പൊ എന്താ ഇഷ്ടം? കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറയും. വളരെ ബുദ്ധിമുട്ടിയ ഒരാളെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നതാണ്. ഓൾ ദ ബെസ്റ്റ് രാഹുൽ. രാഹുൽ ഒരു മികച്ച, പ്രേക്ഷകർക്ക് അറിയില്ല, രാഹുൽ ഒരു മികച്ച ക്രിക്കറ്റ് കളിക്കാരനാണ്. അതിഗംഭീരമായി രാഹുൽ ബാറ്റ് ചെയ്യും. നന്നായി വലത്തെ കൈകൊണ്ടും ഇടത്തെ കൈകൊണ്ടും ബാറ്റ് ചെയ്യുകയും ബൗൾ ചെയ്യുകയും ചെയ്യും. അതാണ് ബാലൻസ്. ആംബിഡെക്സ്ട്രസ് ആണ് രാഹുൽ. ശരി രാഹുൽ. പക്ഷേ അപ്പോഴും രാഹുൽ ബൗൾ ചെയ്യുമ്പോൾ ബാറ്റ്സ്മാൻ ബൗൾഡായാലും അത് കാറ്റടിച്ചല്ലേ രാഹുൽ എന്ന് ഉറപ്പിച്ച് ചോദിച്ചാൽ രാഹുൽ പറയും അതെ അത് കാറ്റടിച്ചാണ് എന്ന് പറയും. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് രാഹുൽ ഈശ്വറും ഒരുമിച്ച്. യാഗം. രാഹുൽ വിചാരിച്ച വ്യക്തി പുരുഷൻ അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. സൗത്ത് ഇന്ത്യൻ? അല്ല. 1950 ശേഷം മരണം? 2000 ശേഷം മരണം? അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തിക്ക് കാരണം? ഇതിലൊന്നുണ്ട്, പക്ഷെ അതാണ് പ്രധാനമെന്ന് പറയാൻ കഴിയും. ഇതിലൊന്നുണ്ട്, പക്ഷെ കറക്റ്റായി മറ്റേതോ ഉണ്ട്. അത് മതപരം, ആത്മീയം, സ്പോർട്സ്, ശാസ്ത്രം ഇതിലൊന്നാണോ? അല്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ഉദ്യോഗം, ബിസിനസ്, സഞ്ചാരം, യാത്രിക, പര്യവേഷക എന്നതിലൊന്നാണോ? അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. മകന്റെ പേര് യാഗം എന്നാണ്. യാഗം എന്ന് പറഞ്ഞ പദം ഈ വ്യക്തിയുടെയോ? അല്ലല്ല, ഈ മകന്റെ പേര് യാഗം എന്നാണ്. യാഗം പറഞ്ഞുകൊണ്ട് ഓർത്തതാ. രാഹുലിന്റെ മകന്റെ പേര് യാഗ്. ഒരു മകനല്ലേ ഉള്ളൂ? രണ്ടുപേര്. ഇപ്പൊ ഒരാളും കൂടെ യുഗ് എന്നാണ് പേര്. യജ്ഞം എന്നല്ലല്ലോ. സത്യം പറഞ്ഞ യജ്ഞം നേടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, വെറുതെ പറയുന്നതല്ല. യുഗ് നല്ലത്. ദ ഫസ്റ്റ്, ആദ്യത്തേത് എന്ന് പറയാവുന്ന ഒരു അച്ചീവ്മെൻറ്റ്, ഒരു ബിരുദം, ഒരു ജോലി, ഒരു വിദ്യാഭ്യാസ നേട്ടം, അങ്ങനെ എന്തെങ്കിലും കൈവരിച്ചതാണോ വ്യക്തിയുടെ പ്രശസ്തി? അല്ല. ഡോക്ടർ കാദംബിനി ഗാംഗുലി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ, അന്നാ മൽഹോത്രയെ പറയുന്നത് പോലെ അങ്ങനെയൊന്നും അല്ല. സംഭവം, ബന്ധുത്വം, കണക്റ്റഡ് ഫെയിം അങ്ങനെയൊന്നാണോ? അങ്ങനെ പറയാം. അതാണ്, അങ്ങനെയാണ്. ഒരു സംഭവം വഴിയാണോ? രണ്ടും ഉണ്ടെന്ന് പറയാം. പറഞ്ഞ 2, 3 ഉണ്ടെന്ന് പറയാം. സംഭവം, ബന്ധുത്വം, കണക്റ്റഡ് ഫെയിം 3 ഉണ്ടെന്ന് പറയാം. കണക്റ്റഡ് ഫെയിമും ഉണ്ട്. അത് ബന്ധുവുമായി തന്നെയാണ് കണക്റ്റഡ്. ഓക്കെ, പല ബന്ധങ്ങളുണ്ടല്ലോ. ഭാര്യ, അതെല്ലാം ബ്ലഡ് റിലേഷൻ ആവണമെന്നില്ലല്ലോ. 1980 ശേഷമാണ് മരിച്ചത്. അതെ. സ്വതന്ത്ര ഭാരതത്തിൽ തന്നെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ. സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടിയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ. ഉണ്ടായിരുന്നു, പക്ഷെ പ്രധാനപ്പെട്ട ഈ സാധനങ്ങളെല്ലാം സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടിയായിരുന്നു. താങ്ക് യു. അപ്പോൾ സ്വതന്ത്ര ഭാരതത്തിന് അപ്പോൾ സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. താങ്ക് യു. ഞാൻ ചോദിച്ചത് 1947 ശേഷമായിരുന്നോ പ്രധാന സംഭാവനകൾ എന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് ഈ 1980 ശേഷമാണ് മരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ രാഹുൽ പറഞ്ഞത് സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടമാണപ്പോൾ.
അല്ലാതെ അറിയില്ല അല്ല, അടുത്ത എന്തായാലും രാഹുൽ ചോദ്യം തന്നെ ചോദിക്കണം. എനിക്ക് ഇങ്ങനെ ഒരു ഹിന്റ് തന്നല്ലോ. അടുത്ത ചോദ്യം ചോദിക്കണം. ആധ്യാത്മികതയുമായി ബന്ധമുണ്ടായിരുന്നു പ്രധാനപ്പെട്ട പ്രശസ്തിയിൽ. റിലീജിയസ് ലീഡർ എന്നൊക്കെ അറിയപ്പെട്ടോ? വിശാലാർത്ഥത്തിൽ ഉണ്ടെന്ന് പറയാം, പക്ഷെ ലീഡർ അല്ല, റിലീജിയസ് ലീഡർ എന്ന് അല്ല, പറയാം. അവരുടെ പ്രധാന പ്രശസ്തിക്ക് അതൊന്നും അല്ല കാരണം. അതല്ല. 16 ചോദ്യങ്ങൾ രാജസൂയം, 5 ചോദ്യങ്ങൾ 50,000 രൂപ. പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ, ഗാന്ധിജിയുമായി കണക്റ്റഡ് ആണോ? അതെ. 1980 ശേഷമാണ് മരിച്ചതെന്നാണ് പറഞ്ഞത്. അതെ. ഈ പ്രധാന പ്രശസ്തി ഗാന്ധിജിയുമായി കണക്റ്റഡ് ആണ്. എങ്ങനെ പറയാം? 1980 ശേഷം മരിച്ചു എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ മനു ആഭ ഒന്നും വരുന്നില്ല. 1980 ശേഷമാണ് മരിച്ചത്. ഗാന്ധിജിയുമായി കണക്റ്റഡ് ആയ വ്യക്തിയാണ്. ഓക്കെ, 19 അതിൽ കുപ്രസിദ്ധിയായി ഉള്ള ഏതെങ്കിലും രീതിയിൽ കുപ്രസിദ്ധി നേടിയ ഒരാളുടെ വിധവ, ഒരാളുടെ ഭാര്യ, അങ്ങനെയായിരുന്നോ? അല്ല, ഒരിക്കലും അല്ല. പ്യുവർ വൈറ്റ് ആണ്. മദൻലാൽ പഹ്വയും നാരായണ ആപ്തയും നാഥുറാം ഗോഡ്സെയുമായി ബന്ധപ്പെട്ട സ്ത്രീകളൊന്നും അല്ല. അപ്പോൾ പ്യുവർ വൈറ്റ് ആണ്. രാഹുൽ പറഞ്ഞതുപോലെ 19 കഴിയുമ്പോൾ ഞാനൊന്ന് അനീഷ എന്ത് തോന്നുന്നു? രണ്ടുപേരും കിടിലം ആൾക്കാരാണ്. അപ്പോൾ ഒന്നും പറയാനില്ല. ആര് ജയിക്കുമെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. Was she by religion a Muslim? അതെ. ഒരു ചോദ്യം കൂടെ ഉള്ളൂ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളിൽ അവർ പങ്കുചേർന്നു, അവരുണ്ടായിരുന്നു? ഇല്ല. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. എൻ്റെ മനസ്സിൽ ഇനി ഒരു ഉത്തരമേ ഉള്ളൂ. 1947 ഓഗസ്റ്റ് 14 പാതിരാത്രി ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായി തീർന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു റെഡ് ഫോർട്ടിൽ പതാക ഉയർത്തി. അറ്റ് ദി സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് വെൻ ദ വേൾഡ് ഈസ് അസ്ലീപ്പ് എന്ന് തുടങ്ങുന്ന പാതിരാവിൻ്റെ പതിതാഘാതത്തിൽ ലോകമുറങ്ങിക്കിടക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ പാൽപ്പുലരിയിലേക്ക് ഇന്ത്യ ഇതാ ഉണർന്നെഴുന്നേൽക്കുന്നു എന്ന് നടത്തിയ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് ചരിത്രം അടയാളപ്പെടുത്തിയ മഹത്തായ പ്രഭാഷണം നടത്തിയ രാത്രി. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ ആനന്ദിക്കുകയും മധുരം കൈമാറുകയും ആലിംഗനം ചെയ്യുകയും പ്രകടനം നടത്തുകയും ഘോഷയാത്ര, പേജ് എൻട്രികൾ നടത്തുകയും ചെയ്ത ആ രാത്രി. ആ തിരക്കുകളിലൊന്നുമില്ലാതെ രാമൻ്റെയും റഹീമിൻ്റെയും പേരിൽ ഈ രാജ്യത്തിനേറ്റ മുറിവിൻ്റെ നീറ്റൽ മായ്ക്കാൻ തനിക്കുള്ളതൊക്കെയും ഒടുവിൽ തന്നെയും സമർപ്പിച്ച അർത്ഥനഗ്നനായ ആ സന്യാസി രാഹുലിൻ്റെ കൈത്തണ്ടയിൽ പച്ചകുത്തിയിരിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ബാപ്പുജി കൽക്കത്തയിലും പിന്നീട് നവഖലിയിലുമുള്ള ഹിന്ദു മുസ്ലിം ഭവനങ്ങളിലെ മുറിവുകളകറ്റാൻ പോയി ഉണ്ണാവ്രതമിരുന്നു, നിരാഹാരമനുഷ്ഠിച്ചു. 6-ാം നാൾ നിരാഹാരം പൂർത്തിയാക്കി മടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തോടെ, അദ്ദേഹത്തിൻ്റെ ശാസനമനുസരിച്ച് തൊട്ടടുത്ത ഇസ്ലാം ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് മഗ്രിബിന് പോവുകയും വരികയുമായിരുന്ന മുസ്ലിം സഹോദരന്മാരെ ഹിന്ദു സിഖ് സമുദായത്തിലുള്ള കുടുംബങ്ങൾ ചേർന്ന് തടഞ്ഞു നിർത്തി അവർക്ക് ക്ഷീണം മാറ്റുവാൻ കാപ്പി കൊടുത്തു. ആ കാപ്പിയിൽ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന കാപ്പിപ്പൊടിയുടെ പേര് ഇന്ത്യയുടെ മതേതരത്വം എന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റൊന്ന്, ഗാന്ധിജി മടങ്ങിപ്പോകാൻ നേരത്ത് അടുത്ത 15 നാളുകൾ കൂടി 21 ദിവസം പൂർത്തിയാക്കാൻ ഇനി ഈ നിരാഹാരം നീ അനുഷ്ഠിക്കണം എന്ന് ശാസിച്ചു ഒരാളിനോട്. അവർ ചോദിച്ചു, ഇൻ വിച്ച് കപ്പാസിറ്റി എന്ന്, എന്ത് യോഗ്യതയിൽ, എന്താണ് എനിക്കതിനുള്ള അർഹത എന്ന് ചോദിച്ചു. എൻ്റെ നിരാഹാരം തുടർന്ന് എനിക്ക് പകരമിരിക്കാൻ നിനക്കുള്ള യോഗ്യത എന്തെന്നാരെങ്കിലും ചോദിച്ചാൽ നീ പറയണം, ഐ ആം ദ ഡോട്ടർ ഓഫ് ഗാന്ധി, ഞാൻ ബാപ്പുജിയുടെ മകളാണ് എന്ന് നീ പറയണം എന്ന് ഗാന്ധി പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രം ഏറ്റവും വൈകാരികമാകുന്നത് അത്തരം ആളുകളിലൂടെയാണ്.
അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ, താങ്കൾ വിചാരിച്ചത് ബാപ്പുജിയുടെ മാനസപുത്രിയായ ബിബി അംദദ് സലാമിനെയാണോ? ഉഗ്രൻ തെരഞ്ഞെടുപ്പാണ് രാഹുലെ. അല്ലേ, ഒരു കൗതുകമുള്ള കാര്യം, ഞാൻ ലണ്ടനിൽ പോയപ്പോൾ ഈ പഴയ ആർക്കേഡ്സിലൊക്കെ പോയി അതിലൊരു രസകരമായ, ഇവിടെ പലപ്പോഴും അറിയാത്തൊരു കാര്യം അല്ലെങ്കിൽ പറയപ്പെടാത്ത കാര്യമാണ്. വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ ഗാന്ധിജിക്ക് അയച്ചൊരു എഴുത്തുണ്ട്. 55,000 സൈനികർ പഞ്ചാബിലുണ്ട്. ആയുധമേന്തിയ 55,000 സൈനികർക്ക് പഞ്ചാബിൽ സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും കൊള്ളയും അക്രമവും കലാപം നടക്കുകയാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും ട്രബിൾഡ് സിറ്റിയായ കൽക്കട്ടയിൽ ഈ ഒറ്റയാൾ പട്ടാളം, ഈ ഒറ്റയാൾ, ഈ വൺ മാൻ ബൗണ്ടറി ഫോഴ്സ് സമാധാനം കൊണ്ടുവന്നു. അതായത് 55,000 സൈനികർ ഒരു വശത്ത് ഒരു മഹാത്മാഗാന്ധിയും, ആ മഹാത്മാഗാന്ധിക്ക് ഈ സൈനികരെക്കാൾ കൂടുതൽ ഇഫക്റ്റീവ് ആകാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനമാണ്. അതുതന്നെയാണ് ഇന്ത്യ എന്ന കാര്യത്തിൽ. അതാണ് ഭാരതം, അതാണ് ഇന്ത്യ, അതാണ് നമ്മുടെ ഒരു എന്താ പറയണേ, നമ്മുടെ ഒരു കോർ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് രാഹുൽ. ഇതിപ്പോൾ അശ്വമേധത്തിൻ്റെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. താങ്കളുടെ വിവിധങ്ങളായ സംവാദങ്ങളൊക്കെ കാണാറുണ്ട്, എല്ലാം ഇഷ്ടവുമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോഴും സംവാദകൻ എന്ന രീതിയിലുള്ള താങ്കളുടെ പ്രാഗൽഭ്യത്തോട് വലിയ കൗതുകവും ഇഷ്ടവുമുണ്ട്. പക്ഷേ എനിക്ക് പരിചയമുള്ള രാഹുൽ ഈശ്വറിൻ്റെ ഏറ്റവും മികച്ച ചിന്തകളിലൊന്നായി എനിക്ക് കാണാൻ, ഓർക്കാൻ ഇഷ്ടം ബിബി അംദദ് സലാമിനെ മനസ്സിൽ ഓർമ്മിച്ച ഈ ദിവസമാണ്. ബിബി അംദദ് സലാം, സാമൂഹ്യ പ്രവർത്തക, മഹാത്മാഗാന്ധിയുടെ ശിഷ്യ. ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളെ ചെറുക്കുന്നതിനും വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിലെത്തിയ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിലും സജീവമായ പങ്കുവഹിച്ചു. പട്യാലയിലെ യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലെ അബ്ദുൾ മജീദ് ഖാന്റെ മകളായി ജനനം. പർദ്ദ നിരാകരിച്ച കാരണത്താൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ബീബി ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും വക്താവായി പ്രവർത്തിച്ചു. തന്റെ അടുത്ത സഹകാരിയായിരുന്ന അംദുസിനെ മകൾ എന്നായിരുന്നു മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചിരുന്നത്. വിഭജനത്തെ തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങൾ രൂക്ഷമായപ്പോൾ സമാധാനം സ്ഥാപിക്കുന്നതിനായി നോർഖാലിയിൽ നിരാഹാരമനുഷ്ഠിച്ച ഗാന്ധിജിക്കൊപ്പം 21 ദിവസങ്ങൾ ഉപവസിച്ചു. സ്വന്തം കുടുംബാംഗങ്ങൾക്കൊപ്പം പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോകാതെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയിൽ തന്നെ നിലനിന്ന് പ്രവർത്തിച്ചു. വിഭജന കാലത്ത് ദുരിതമനുഭവിച്ച ഇരു രാജ്യങ്ങളിലെയും സ്ത്രീകളുടെ പുനരധിവാസത്തിനും സാമൂഹിക സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിച്ചു. 1985 അന്തരിച്ചു. അനീഷ പ്ലീസ്. രാഹുൽ, പ്രേക്ഷകരോട് എന്തെങ്കിലും രാഹുൽ ഈശ്വറിന് പറയാം. ഞാൻ പലപ്പോഴും ഈ വിദേശത്ത് ഒരുപക്ഷെ പ്രദീപ്ജിയോട് ഒരിക്കൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കൽ ശ്രീലങ്കയിൽ പോയി, എനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പം മുത്തശ്ശനോട് അമ്പലത്തിൽ പോയതാണ്. അവിടുത്തെ ആൾക്കാരോട് എന്തോ കേരളം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഗ്രാൻഡ് മാസ്റ്ററുടെ നാടാണോ? അപ്പം നമ്മളിപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ എന്നൊന്നുമല്ലോ വിളിക്കുന്നത്, ടി വി വിളിക്കും ഗ്രാൻഡ് മാസ്റ്റർ, അതാരെയാണ് ഉദ്ദേശം? അപ്പം ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്. അപ്പോൾ ശ്രീലങ്കയിൽ പോലും ആ രീതിയിൽ മറ്റൊരു രാജ്യത്താണ് അവിടുത്തെ ചാനൽ ഷോ അതല്ല എന്നെ കുറിച്ച്. അല്ല, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് വലിയൊരു എന്താ പറയുക ആരാധനയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തോട് ആശയപരമായ നിലപാടുകൾ ചിലപ്പോൾ വിയോജിക്കുമ്പോഴും വളരെ ഇഷ്ടവും ഒരു ഫാൻഡമുള്ള വ്യക്തിയാണ്. ഗാന്ധിയെക്കുറിച്ച് ഇനി അതാണ് ഇടതുപക്ഷക്കാരനായ പ്രദീപ്ജിയും വലതുപക്ഷക്കാരനായ രാഹുൽ ഈശ്വറും മഹാത്മാഗാന്ധിയിൽ ഒന്നിക്കുന്നത് ആ സെന്റർ കോറാണ് ഇന്ത്യയുടെ ആത്മാവ്. ഒരു പക്ഷേ ഞാൻ ഒരു കൗതുകം കൂടെ പറയാം. ഞാൻ ഈ ഇസ്രായേലിൽ പോയി ജൂത സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവരോട് ഞാൻ ആലങ്കാരികമായി പറഞ്ഞു, ഇനിയും വേറൊരു മെസ്സിഹ വരില്ല, യേശു ക്രിസ്തു തന്നെയാണ് മെസ്സിഹ, നിങ്ങൾ കാണാതെ പോയതാണ്. അതേപോലെ നമ്മൾ ഇന്ത്യക്കാർ കാണാതെ പോകുന്ന ആ രക്ഷകൻ, ആ മെസ്സിഹ മഹാത്മാഗാന്ധിയാണ്. വേറൊരു വിശ്വഗുരു ഇനി വരാനില്ല, മഹാത്മാഗാന്ധിയാണ് ആ വിശ്വഗുരു. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. എൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ആ ഗാന്ധിയൻ ലൈനിൽ പോകണം, അല്ലെങ്കിൽ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാലങ്ങൾക്ക് മുൻപേ കണ്ണോടിക്കാൻ കഴിയുന്നവർ, ഇത് അശ്വമേധത്തിൻ്റെ ഉപഹാരമാണ് രാഹുൽ. യാഗിനെ ഏൽപ്പിക്കണം. തീർച്ചയായും ഇത് മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ നൽകുന്ന ഒരു സമ്മാനമാണ്. കാലങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കാൻ കഴിയുന്ന കണ്ണും മനസ്സുമാണ് കവികളുടേത്. ഗാന്ധിജി കൊല്ലപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ കവിതയിലെ വരികളാണ് ഇപ്പോൾ ഗാന്ധിജിയുടെ മരണശേഷം വർഷങ്ങൾക്കിപ്പുറം രാഹുൽ ഈശ്വർ ഇസ്രയേലിൽ പറഞ്ഞു എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ മരണത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ടാഗോർ എന്ന മനുഷ്യൻ ഭാവനയിൽ നിന്ന് എഴുതിയ കവിതയിലെ വരികൾ ഇതാണ്. ആ വൃദ്ധർ, അസ്വസ്ഥർ, പരസ്പരം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നവർ, യാതന അനുഭവിച്ചിരുന്നവർ പരസ്പരം ചോദിച്ചു, ആരാണ് ഇനി നമ്മെ നയിക്കുക? കിഴക്ക് നിന്ന് വന്ന ഒരു വൃദ്ധൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ആരെയാണോ വധിച്ചത് അയാൾ തന്നെ. മരിക്കുന്നതിനു മുൻപിലുള്ള, കൊല്ലപ്പെടുന്നതിന് മുൻപിലുള്ള ഗാന്ധിയേക്കാൾ കൂടുതൽ ദീപ്തവും ശക്തവുമാണ് ഇനിയും മരിച്ചിട്ടില്ലാത്ത, മരണം അപഹരിക്കാത്ത ഗാന്ധിജി എന്ന വാക്ക്.
നെഞ്ചിൽ വെടിയേൽക്കെ ഒരു വൃദ്ധഹൃദയം വാർത്ത രക്തസങ്കീർത്തനത്തിൻ്റെ ബാക്കി. ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in. എങ്ങനെ ആരെങ്കിലും തല്ലി വാർത്തയിൽ ഇടം നേടിയിട്ടുണ്ടോ കൈകാര്യം ചെയ്തിട്ട്? വാർത്തയിൽ വന്നിട്ടില്ല. എന്നാലും തല്ലിയിട്ടുണ്ട്. ആ ഉണ്ട്. ആരെയാണ്? അതൊരു തിയേറ്ററിലൊരു അടി നടന്നപ്പോ. അശ്വമേധം കാണാറുണ്ടായിരുന്നോ പണ്ട്? ആ ഉണ്ട്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന പക്ഷെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത് കാണില്ലല്ലോ. ഗ്രാൻഡ് മാസ്റ്റർ അപ്പോൾ കുട്ടിയായിരിക്കുമല്ലേ? ബിസിനസ് അല്ല. സയൻസ് പ്രൊഫഷണൽ ഇതിലൊന്നും? സയൻസ്. ശാസ്ത്രം പ്രൊഫഷൻ ഇതിലൊന്നാണോ അവരുടെ പ്രധാന പ്രശസ്തി? അല്ല. എവിടെയാണ് നമ്മൾ ഈ കല സൃഷ്ടിക്കുന്നത്? അതൊന്നും ബോൺ ടാലൻ്റ് എന്ന് പറയും. നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ 1% നമ്മുടെ ഉള്ളിൽ ചില കുട്ടികൾക്ക് ജന്മനെ കിട്ടുന്ന ഒരു കഴിവാണ്. പിന്നെ പ്രാക്ടീസിലൂടെ ഉണ്ടാക്കിയെടുക്കാം. മിലൻ വിചാരിച്ച വ്യക്തി പുരുഷൻ? അതെ. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. Anisha Karun's Costume and Ornaments Courtesy, Inspire Bridal Studio and Unisex Saloon, Karamana, Trivandrum.